5-ാം വയസ്സിൽ ഒരു ട്രെയിൻ യാത്ര വെച്ച് നഷ്ടപ്പെട്ടു പോയ ബാല്യം. 25 വർഷങ്ങൾക്ക് ശേഷം ഗൂഗിൾ എർത്തിൻ്റെ സഹായത്തോടെ സ്വന്തം വേരുകൾ തെരഞ്ഞു പിടിച്ച ഒരു അത്ഭുത യാത്ര. അതാണ് ലയൺ എന്ന ഓസ്ട്രേലിയൻ സിനിമ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സാരു ബ്രിയറ്റ്ലി എന്ന മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതകഥയാണ്. എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കഥ കേട്ടാലോ. 1986 മധ്യപ്രദേശിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് കഥ തുടങ്ങുന്നത്. സാരു എന്ന 5 വയസ്സുകാരനും അവൻ്റെ ജ്യേഷ്ഠൻ ഗുഡുവും അമ്മയും അനിയത്തിയും പരസ്പരം സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. ഒരു ദിവസം രാത്രി റെയിൽവേ ട്രാക്കിൽ നിന്ന് കല്ല് പെറുക്കുന്ന ജോലിക്കായി ഗുഡുവിനൊപ്പം സാരുവും പോവും. ക്ഷീണം കാരണം ഒരു ബെഞ്ചിൽ കിടന്നുറങ്ങിപ്പോയ സാരു ഉണരുമ്പോൾ സ്റ്റേഷനിൽ ആരുമില്ല. പരിഭ്രമിച്ച ആ കുഞ്ഞ് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഒരു ട്രെയിനിൽ കയറി ഗുഡുവിനെ തിരഞ്ഞു. നിർഭാഗ്യവശാൽ ആ ട്രെയിൻ പെട്ടെന്നെടുത്തു. 1000കണക്കിന് കിലോമീറ്റർ അകലെയുള്ള കൊൽക്കത്തയിലേക്കായിരുന്നു ആ യാത്ര. സ്വന്തം ഗ്രാമത്തിൻ്റെ പേരോ വീട്ടുപേരോ കൃത്യമായി പറയാനറിയാത്ത സാരു ആ വലിയ നഗരത്തിലെ തെരുവുകളിൽ ഒറ്റപ്പെട്ടുപോയി. കൊൽക്കത്തയിലെ ഭീകരമായ തെരുവുകളിൽ മാസങ്ങളോളം സാരു അലഞ്ഞു. ഒടുവിൽ ഒരു അനാഥാലയത്തിലെത്തിയ അവനെ ഓസ്ട്രേലിയയിലെ സ്നേഹനിധികളായ ബ്രിയറ്റ്ലി ദമ്പതികൾ ദത്തെടുത്തു. ഓസ്ട്രേലിയയിലെ സുഖസൗകര്യങ്ങൾക്കിടയിൽ അവൻ വളർന്നു. മികച്ച വിദ്യാഭ്യാസം നേടി. ഒരു വൈകുന്നേരം സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുമ്പോൾ അവനൊരു ജിലേബി കാണുന്നു. ആ ഗന്ധം അവൻ്റെ ഓർമ്മകളെ 25 വർഷം പിന്നിലേക്ക് കൊണ്ടുപോയി. തൻ്റെ അമ്മ, തൻ്റെ ജ്യേഷ്ഠൻ അവർ തന്നെ തിരയുന്നുണ്ടാവുമോ എന്ന ചിന്ത അവനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ തുടങ്ങി. തൻ്റെ ഓർമ്മയിലുള്ള ചില കാഴ്ചകൾ വെച്ച് അവൻ ഗൂഗിൾ എർത്ത് എന്ന സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യയിലെ ഓരോ റെയിൽവേ ട്രാക്കുകളും തിരയാൻ തുടങ്ങി. വർഷങ്ങൾ നീണ്ട ഭ്രാന്തമായ തിരച്ചിലിനൊടുവിൽ അവൻ തൻ്റെ ഗ്രാമത്തെ കണ്ടെത്തി. ഉടൻ തന്നെ അവൻ ഇന്ത്യയിലേക്ക് പറന്നു. തൻ്റെ പഴയ വീടിന് മുമ്പിലെത്തിയ അവനെ ഒരു വൃദ്ധയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അതവൻ്റെ അമ്മയായിരുന്നു. മകൻ എന്തെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ ആ അമ്മ 25 വർഷമായി അവനെ കാത്തിരിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് അവൻ മറ്റൊരു സത്യം കൂടി അറിയണത്. അവനെ കാണാതായ രാത്രി അവനെ തിരയുന്നതിനിടയിൽ ട്രെയിൻ തട്ടി ഗുഡു മരിച്ചു പോയിരുന്നു. സാരു ബ്രിയറ്റ്ലി എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന 100% സത്യമായ കഥയാണിത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമുക്കൊരു കഥ കേട്ടാലെന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.